തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ മൂന്ന് മുന്നണികളും അവരുടേതായ ക്യാച്ച് വേർഡുകൾ അല്ലെങ്കിൽ ആകർഷകമായി ജനങ്ങൾക്ക് ആ മുന്നണിയോട് സ്നേഹം തോന്നാൻ അല്ലെങ്കിൽ ആ പാർട്ടിയോട് താല്പര്യം തോന്നുന്ന രീതിയിലുള്ള ക്യാച്ച് വേർഡുകളൊക്കെ ഉപയോഗിച്ചിരുന്നു. അതിൽ BJP ഉപയോഗിച്ചിരുന്ന ക്യാച്ച് വേർഡായിരുന്നു മാറാത്തത് മാറും. ശരിയാണ്, കേരളത്തിൽ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇതുവരെയും ഇല്ലാത്ത മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ BJPക്ക് കഴിയും. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJP ആണ്. നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ പോലും അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത പല സംഭവങ്ങളും നമ്മൾ കോർപ്പറേഷനിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സുഗതൻ, കൗൺസിലർ ആയിട്ടുള്ള സുഗതന് വിയൂർ ജയിലിൽ വെച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം കിട്ടുന്നത്. അപ്പോൾ മാറാത്തത് മാറുമെന്ന് BJP പറഞ്ഞത് സത്യമായില്ലേ? ശരിക്കും മാറാത്തത് മാറുന്നുള്ളത് സത്യമായിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇതുവരെ കേരള ചരിത്രത്തിൽ ഒരു ജനപ്രതിനിധിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ട് കോടതിയിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു രീതി മുമ്പുണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം പ്രതികൾ പലരും ഉണ്ടെങ്കിലും ജയിലിലുള്ള പ്രതികൾ പുറത്തു വന്നിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് വീണ്ടും തിരിച്ചു പോകുന്ന മുമ്പ് സംഭവങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, ജയിക്കുക, അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായി. അവർ വന്നിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പുറത്തേക്ക് വന്നിട്ട് ചെയ്തിട്ട് പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുവരാതെ ജയിലിൽ തന്നെ ഇപ്പോൾ ഇതിനകത്ത് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ട് മേയർ പോകണം, തിരുവനന്തപുരത്ത് നിന്ന് മേയർ പോകണം, പിന്നെ അതിന്റെ ഉദ്യോഗസ്ഥർ വേണം, അങ്ങനെ പലരും ജയിലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. അത് മാത്രമല്ല മാധ്യമങ്ങൾക്ക് ഇത് സ്ഥിരീകരിക്കാനുള്ള ഒരു അനുവാദം നൽകിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ജനങ്ങൾ അറിയണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമപ്രവർത്തകർക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മാധ്യമങ്ങൾ ഉണ്ടാവും, പിന്നെ അല്ലാതെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. കോടതിയിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. ഒരുപാട് സംഭവങ്ങളാണ് നടക്കുന്നത്. ഇത് ഒരുപക്ഷെ മാറിയത് ഇതുവരെ ഉണ്ടാവാത്തൊരു സംഭവം ആയതുകൊണ്ട് നമുക്ക് വരെ മാറാത്തത് മാറും എന്നുള്ളത് ചരിത്രത്തിൽ ഇത് എഴുതപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം ഇതുവരെയും ഒരാൾക്കും കോടതിയിൽ വെച്ച് അല്ലെങ്കിൽ കോടതിയുടെ നേതൃത്വത്തിൽ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. അതും നമുക്കറിയാം രണ്ടാമത്തെ പ്രാവശ്യമാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 20ഓളം പേരുടെ സത്യപ്രതിജ്ഞ അസാധുവായി പോവുകയും പക്ഷെ BJPക്ക് ഒരു തരത്തിൽ ആശ്വാസവും മറ്റൊരു തരത്തിൽ ആശങ്കയുമാണ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുന്നത്. ആശ്വാസം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും തട്ടിക്കൂടി സ്വതന്ത്രനെ കൂടി പിന്തുണയോട് കൂടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും കാരണം കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയാതെ വരികയും സുഗതൻ അസാധുവാകുക അല്ലെങ്കിൽ അദ്ദേഹം ജയിച്ചത് തള്ളിപ്പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ BJPക്ക് അത് വലിയ തിരിച്ചടിയാകും. അവിടെ ആശ്വാസം നൽകുന്നു അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് ആശ്വാസം നൽകുമ്പോൾ മറുവശത്ത് ഒരു ജനപ്രതിനിധിക്ക് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടായത് BJP കൗൺസിലർക്കാണ് എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഏതൊക്കെ വിഷയങ്ങൾ പറഞ്ഞ് നമ്മൾ ന്യായീകരിച്ചാലും അതൊരു തിരിച്ചടി തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുൻപ് സംസാരിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു കോർപ്പറേഷൻ അധികാരത്തിലേക്ക് എത്തുമ്പോൾ അവിടെ സംഘർഷങ്ങളിലേക്ക് പോകുക. അതിപ്പോൾ CPM-ഉം കോൺഗ്രസും അല്ലെങ്കിൽ LDF-ഉം UDF-ഉം ആണ് സംഘർഷത്തിന് മുൻകൈ എടുക്കുന്നതെങ്കിൽ പോലും ഭരണകക്ഷി ഏറ്റവും നന്നായി അതിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടിടത്ത് അവിടെ സംഘർഷങ്ങൾക്ക് ചുക്കാൻ പിടിക്കുക അല്ലെങ്കിൽ സംഘർഷങ്ങൾക്കൊപ്പം നിൽക്കുകയും സാഹചര്യത്തെ കൂടുതൽ വഷളാക്കിയത് BJP ആണെന്നൊരു അഭിപ്രായമുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ BJPക്ക് സംസ്ഥാന ഭരണം കിട്ടുമ്പോൾ എന്തായിരിക്കുമെന്ന് ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. അതെ അതെ, നമുക്ക് നേരത്തെ ഇതുവരെ ഉണ്ടായ സംഭവങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സുഗതൻ എന്ന ഒരാളുടെ പേരിൽ തന്നെ എന്തൊക്കെ അവിടെ സംഭവങ്ങൾ ഉണ്ടായി, വിവാദങ്ങൾ ഉണ്ടായി, പരസ്പരം മർദ്ദനം, അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഉണ്ടായല്ലോ. പിന്നെ കഴിഞ്ഞ ദിവസം തന്നെ കോർപ്പറേഷൻ യോഗത്തിൽ ഉണ്ടായ സംഭവങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം സുഗതനെ എങ്ങനെയെങ്കിലും കൗൺസിലറായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് കളിയും കളിക്കാൻ BJP അവിടെ തയ്യാറായി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. നിലനിൽപ്പിന്റെ പോരാട്ടമാണല്ലോ ഈ പറയുന്നത് പോലെ. സുഗതൻ എന്തെങ്കിലും കാരണം കൊണ്ട് അദ്ദേഹം തള്ളിപ്പോവുക അല്ലെങ്കിൽ അദ്ദേഹം വിജയിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് കൂടി നേരിടേണ്ട ഒരു സാഹചര്യം വന്നാൽ അത് വലിയ BJPക്ക് അത്ര എളുപ്പമല്ല കാര്യം. സുഗതന്റെ തെരഞ്ഞെടുപ്പ് അസാധുവായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു പുതിയ ഉപതെരഞ്ഞെടുപ്പ് വരിക, ഒരുപക്ഷെ BJPക്ക് തിരിച്ച് ആ മണ്ഡലം കിട്ടുക അല്ലെങ്കിൽ ആ വാർഡ് ഡിവിഷൻ കിട്ടണമെന്നില്ല. അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. ഈ നിലവിലെ സാഹചര്യത്തിൽ അന്ന് ഉണ്ടായ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ BJPക്ക് ഇങ്ങനെ ഈ സുഗതന് വേണ്ടിയിട്ട് പല നീക്കുപോക്കുകളും BJP നടത്തുന്നു എന്നുള്ളതും അല്ലെങ്കിൽ ജനങ്ങൾക്ക് പൊതുവെ BJPയോട് ഒരു എതിർപ്പുണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ഇത് ഒന്നാമത് കാപ്പ കേസിലെ പ്രതിയാണ്. ആ പ്രതിയെ ഇത്രയും അധികം സംരക്ഷിച്ചുകൊണ്ട് BJP ഇപ്പോഴും നിൽക്കുന്നു. അത് തള്ളിപ്പറയാനോ അല്ലെങ്കിൽ ഒന്നിനും തയ്യാറായിട്ടില്ല. അപ്പം പുതിയൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അവിടെ സീറ്റ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ BJPയുടെ ഭരണം തന്നെ ഒരു പക്ഷേ നഷ്ടപ്പെട്ടേക്കാന്നുള്ള സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ പറഞ്ഞത്
സുഗതനെ പുറത്തേക്ക് വിടാൻ പറ്റില്ല. കാപ്പ കേസ് പ്രതി ആയതുകൊണ്ട് അദ്ദേഹത്തിനെ പുറത്തേക്ക് വിടാൻ കഴിയില്ല. സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി പോലും പുറത്തേക്ക് വിടരുത് എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. പക്ഷെ ആ ആവശ്യം കോടതി അംഗീകരിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണല്ലോ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാമെന്ന് പറയുന്നത്. പക്ഷെ കോടതി ഇവിടെ പറഞ്ഞ ഒരു കാര്യം ജനങ്ങളുടെ ഹിതമാണ്. ജനങ്ങൾക്ക് ഇപ്പോൾ കാപ്പ കേസിലെ പ്രതിയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന്റെ ഇതിനു മുൻപ് എന്തൊക്കെ കേസുകൾ ഉണ്ടായിരുന്നു എന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് മനസ്സിലായി, അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്കറിയാം. എന്നിട്ടും അവർ സുഗതനെ വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജനഹിതമാണ്, ഇത് ജനാധിപത്യമാണ്, ജനാധിപത്യ രീതിയാണ്. അതുകൊണ്ട് തന്നെ സുഗതൻ നിലനിൽക്കട്ടെ എന്ന് കോടതി വിലയിരുത്തിയത് അദ്ദേഹം പെട്ടെന്നൊരു കേസ് ഉണ്ടാകുക അല്ലെങ്കിൽ പെട്ടെന്നൊരു കേസിലേക്ക് പ്രതിയായതല്ലോ. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പല കേസുകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അതെല്ലാം ജനങ്ങൾക്കറിയാം. എന്നിട്ടാണ് അദ്ദേഹത്തിനെ ജനങ്ങൾ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പൊ വേണമെങ്കിൽ കോടതി കർശനമായ ഒരു നിലപാടെടുക്കുകയായിരുന്നുവെങ്കിൽ, ജയിലിനകത്ത് വെച്ചും സത്യപ്രതിജ്ഞ ചെയ്യേണ്ട, പുറത്തേക്ക് വിടില്ല എന്നൊരു നിലപാടെടുത്തിരുന്നുവെങ്കിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് തിരുവനന്തപുരം നീങ്ങുന്ന ഒരു സാഹചര്യം വന്നേനെ. അപ്പൊ അതൊന്നും വേണ്ട. ജനഹിതം എന്താണോ, ഇത് ജനാധിപത്യ രാജ്യമാണ്, അപ്പൊ ജനഹിതം എന്താണോ അതനുസരിച്ച് മുന്നോട്ട് പോകാമെന്ന് കോടതി പറഞ്ഞു. എന്തായാലും ഇതൊരു ചരിത്ര നിമിഷമായിരിക്കും. അത് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ എന്നുള്ളത് പിന്നെയുള്ള വിഷയമാണ്. എന്നാൽ ഇതുവരെയും മാറാത്തത് മാറുമെന്ന് പറഞ്ഞതുപോലെ ഒരു ചരിത്ര നിമിഷത്തിന് നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെയും തല്ലിന്റെയും കാര്യം പറയുമ്പോൾ പോലും അതും ഒരു ചരിത്രമാണ്. എല്ലാ നിയമസഭയിലെ തർക്കങ്ങളും തല്ലും ഒക്കെ അതും ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. അപ്പോൾ അതുപോലെ ഇനി മറ്റൊരാൾ സത്യപ്രതിജ്ഞ ചെയ്യുകയാണെങ്കിൽ പണ്ട് സുഗതന് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ കഴിയും. അതുകൊണ്ട് പക്ഷെ ഇത് BJPക്ക് ഒരു തരത്തിൽ ഗുണവും ഒരു തരത്തിൽ ദോഷവും തന്നെയാണ് ഇക്കാര്യം. എന്തായാലും ഇതൊരു പുതിയ ചരിത്ര നിമിഷം തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു സംഭവം കേരളത്തിന്റെ നല്ല ചിന്തയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും കോടതി വിധിയും പിന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ജനം ഒരു ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. എന്തായാലും ഇത്രയും തിരുവനന്തപുരത്ത് നിന്ന് വിയ്യൂർ ജയിലിലാണ് സുഗതൻ ഉള്ളത് എന്ന് തോന്നുന്നു. അപ്പൊ അവിടെ വന്നിട്ടാണ് നാളെ ഇതിനുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കി തിരുവനന്തപുരത്ത് മേയർ ഉൾപ്പെടെയുള്ള മേയറും മറ്റു ഉദ്യോഗസ്ഥരും എല്ലാവരും വിയ്യൂർ ജയിലിൽ എത്തേണ്ടി വരും. എന്നിട്ട് ജയിലിൽ എത്തിയതിനു ശേഷം അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കണം. കാരണം കുറച്ചു പേരൊന്നായിരിക്കും ഉണ്ടാവില്ല. അതെങ്ങനെയാണ് ക്രമീകരിക്കാൻ പോകുന്നത്, എവിടെ ആയിരിക്കും, അത്തരം കാര്യങ്ങളിൽ ജനങ്ങൾക്കും അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടാകും. അതുപോലെ തന്നെ പാർട്ടിക്കാർക്കും ഇത് എങ്ങനെയായിരിക്കും ഇത് അതിനൊക്കെ ജയിൽ സൂപ്രണ്ടിന് നേതൃത്വം കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാകും. കാരണം ഇത് ഒരു വളരെ സുരക്ഷാ ക്രമീകരണങ്ങളും കൂടി ഏർപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. നിരവധി കേസിലെ പ്രതികൾ വിയ്യൂർ ജയിലിൽ കിടക്കുന്നതാണ്. അപ്പൊ ഇത്രയും ആൾക്കാർ ഒരു ഫംഗ്ഷൻ നടത്തുമ്പോൾ അവര് കാര്യമായിട്ടുള്ളൊരു ഇനി ഇതിന്റെ ഒരു മറുവശമുള്ളതെന്ന് പറയുന്നത് എപ്പോഴായിരിക്കും ഇനി സുഗതന് ജാമ്യം കിട്ടുക. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോഴും അദ്ദേഹം കൗൺസിലറായി നിലനിൽക്കുമ്പോൾ ജനങ്ങളുടെ വിളിപ്പുറത്തെത്തേണ്ട ആളാണ് കൗൺസിലർ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പഞ്ചായത്ത് എടുക്കുമ്പോൾ മെമ്പർ എന്ത് റോളാണോ ചെയ്യുന്നത് അതുപോലെയാണ് കൗൺസിലർ. ഏറ്റവും താഴെ തട്ടിൽ ജനങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. പക്ഷെ അങ്ങനെ ഒരാൾ ജയിലിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ജാമ്യം നീണ്ടു പോവുകയാണ് എങ്കിൽ അവിടുത്തെ ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അവർ കോടതി പറഞ്ഞതുപോലെ ജനഹിതം അനുസരിച്ച് അവർ തെരഞ്ഞെടുത്ത ആളാണ്. പക്ഷെ ഒരിക്കലും ജനങ്ങൾ വിശ്വസിച്ചിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇദ്ദേഹം കൗൺസിലറായി വരുമ്പോൾ ഇദ്ദേഹം ജയിലിൽ പോകുമെന്നോ ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കാതെ പോകുമെന്നോ ഒന്നും ജനങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകില്ല. ഇതെന്ത് തന്നെയാണെങ്കിലും തിരുവനന്തപുരത്തെ ജനങ്ങൾ പൊതുവെ ഒന്ന് വിലയിരുത്തുന്ന കാര്യമാണ്. കാരണം ഇങ്ങനെയുള്ള പ്രതികളെ ഇനി ജനിപ്പിച്ചു വിടണോ എന്നുള്ളത് വരെ ആലോചിക്കേണ്ട ഒരു കാര്യം വരും. കാരണം നമുക്ക് ആക്സസ് ആവേണ്ട ആൾക്കാർ, അതായത് നമ്മൾ എന്തിനാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്, അവർ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൗൺസിലർമാരോട് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് പറയണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും കിട്ടാത്ത ഒരാളെ അല്ലെങ്കിൽ പ്രതികളായിട്ടുള്ള ആൾക്കാർ മത്സരിക്കുമ്പോൾ ഇനി ശ്രദ്ധിക്കണം, എങ്ങനെയുള്ള അവർക്ക് വോട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി ജനങ്ങൾ തീരുമാനിക്കേണ്ടി വരികയും. അല്ല, അവിടെ കോടതി കൂടി ഇടപെടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത്തരം ആളുകളെ സ്ഥാനാർത്ഥികളാക്കി, ഏത് പാർട്ടിയോ ഏത് മുന്നണിയോ ആകട്ടെ, ഇത്തരം ആളുകളെ സ്ഥാനാർത്ഥിയാക്കരുത്. അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ മാനദണ്ഡങ്ങൾ കൊണ്ടുവരണം. അല്ലെങ്കിൽ പെടാൻ പോകുന്നത് സാധാരണക്കാരായ ജനങ്ങളായിരിക്കും.